എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ വീഡിയോ നമ്മൾ ഒന്നാമത്തെ സെമ്മിലെ DLEDൻ്റെ ഒന്നാമത്തെ സെമ്മിലെ രണ്ടാമത്തെ യൂണിറ്റായ ശിശുവികാസം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് രണ്ടാമത്തെ വീഡിയോ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഇത് രണ്ടാമത്തെ യൂണിറ്റ് മുഴുവനില്ല, രണ്ടാമത്തെ യൂണിറ്റ് വളർച്ചാ വികാസം ആ പോർഷൻ മാത്രമേ ഉള്ളൂ. കാരണം അതൊരു ഇച്ചിരി വലിയ യൂണിറ്റാണ്, അതുകൊണ്ട് കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കുക. വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? എ, വികസനം പാരമ്പര്യത്തിനെയും സാഹചര്യത്തിനെയും പരസ്പരം പ്രവർത്തനത്തിൻ്റെ തുകയാണ്. ബി, വികസനം തുടർച്ചയായതും ക്രമാനുഗതമായതുമാണ്. സി, വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കാണ്. വികസനം പ്രവചിക്കുവാൻ സാധിക്കും. ഏതാണ് തെറ്റായ ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക്. ഇതെപ്പോഴും ഓപ്ഷനിൽ തരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കല്ല, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ്. സ്ഥൂലത്തിൽ നിന്നാണ് പിന്നെ സൂക്ഷ്മത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് നോക്കേണ്ടത്. 1, വളർച്ച പരിവർത്തനത്തെയും പഠനത്തെയും ആശ്രയിക്കും. 2, വളർച്ച വികസനത്തിന് കാരണമായെന്നുമല്ലെന്നും വരാം. 3, വളർച്ച ജീവിയുടെ സമഗ്ര മാറ്റമാണ്. 4, വളർച്ച ഗുണാത്മകമാണ്. ഇതിനകത്ത് ശരിയായ പ്രസ്താവനയാണ്. മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യന് തനിയെ പോസ് ചെയ്ത് തനിയെ വായിച്ച് തനിയെ ഉത്തരം കണ്ടെത്താനാണ് നോക്കേണ്ടത്. നമ്മളൊരു വ്യൂ എന്നുള്ള രീതിയിലല്ല ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു പോകുമ്പോൾ, അതായത് വായനയിലുള്ള ഹെൽപ്പ് നിങ്ങൾ മാക്സിമം എൻ്റെ ഹെൽപ്പ് നിങ്ങൾ ഒഴിവാക്കണം. വീഡിയോക്കകത്ത് പക്ഷേ നമുക്ക് അങ്ങനെ വായിച്ചേ പറ്റൂ. പക്ഷേ നിങ്ങൾ വായനയിലുള്ള ഹെൽപ്പ് ഒഴിവാക്കി നിങ്ങൾ തനിയെ വായിച്ച് തനിയെ ഉത്തരം കണ്ടെത്തിയാണ് വേണ്ടത്. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഉത്തരം ബി ആണ്, 2 മാത്രം എന്നുള്ളതാണ്. ഉത്തരം ബി ആണ്, 2 മാത്രം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, കുട്ടി സ്വയം കേന്ദ്രീകൃതമായി തോന്നുന്ന വികാസഘട്ടം. കുട്ടി സ്വയം കേന്ദ്രീകൃതമായി തോന്നുന്ന വികാസഘട്ടം കൗമാരം, ശൈശവം, ആദ്യബാല്യം, യൗവനം. കൗമാരം, ശൈശവം, ആദ്യബാല്യം, യൗവനം. ഏതാണ് ശരിയായ ഉത്തരം? സ്വയം കേന്ദ്രീകൃതം. സ്വയം കേന്ദ്രീകൃതം അല്ലെങ്കിൽ അഹംകേന്ദ്രീകൃതം എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ശൈശവത്തിലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് 2020 കാറ്റഗറി 2ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2020 കാറ്റഗറി 2 ഏത് മാസം നടന്നതാണെന്ന് പറഞ്ഞത് 2020 കാറ്റഗറി 2ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഉത്തരമായി ആദ്യം കൊടുത്തിരുന്നത് ആദ്യ ബാല്യമാണ്. ആദ്യ ബാല്യം എന്ന് കൊടുത്തിരിക്കുന്നത് ആദ്യ ബാല്യമാണ് ഉത്തരമായി ഇവർ കൊടുത്തിരിക്കുന്നത് സി ആയിട്ട്. എന്നാൽ ശരിയായ ഉത്തരം ശൈശവമാണ്. നമ്മുടെ DLEDൻ്റെ ടെസ്റ്റിൽ ശൈശവത്തിനകത്ത് ശിശുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ കൃത്യമായി കൊടുത്തിട്ടുള്ള പോയിൻ്റാണ് അഹംകേന്ദ്രീകൃതം അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃതം എന്ന്. എന്നാൽ 2020 കാറ്റഗറി 2വിന് വന്നിരിക്കുന്നത് സി, ആദ്യ ബാല്യം ഉത്തരമായി നൽകി. അപ്പോൾ ഇത്തരത്തിലുള്ള ശരി ഉത്തരങ്ങൾ തെറ്റായി നൽകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞ് നമ്മളുടെ ഉത്തരം ഇവിടെ ശൈശവം തന്നെയാണ്, ബി തന്നെയാണ് നമ്മളുടെ ഉത്തരം. അത് അന്ന് ഉത്തരം തെറ്റായിട്ടാണ് നൽകിയത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ, അടുത്തത് 4ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ പരിപക്വനവും പഠനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? പഠനം പരിവർത്തനത്തിൻ്റെ മുന്നുപാധി ആണ്. ബി, പരിവർത്തനം പഠനത്തിന് മുന്നുപാധിയാണ്. സി, പഠനവും പരിവർത്തനവും പരസ്പര വിരുദ്ധങ്ങളാണ്. ഡി, പരിവർത്തനം ഒരു ആർജിത ശേഷിയാണ്. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞ്. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരം ബി ആണ്, പരിവർത്തനം പഠനത്തിൻ്റെ മുന്നുപാധിയാണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്തത് 5ാമത്തെ ചോദ്യം. യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം. യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം ശൈശവം, ബാല്യം, കൗമാരം, വാർദ്ധക്യം. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ പറയുമ്പോൾ താഴെ ഓപ്ഷനിൽ ഏതാണോ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളൂ അതനുസരിച്ച് അടിക്കേണ്ടി വരും. ഈ ഓപ്ഷനുകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത്? സി, കൗമാരമായിരിക്കും. സി, കൗമാരമാണ്. ഓക്കെ, അടുത്തത് 6ാമത്തെ ചോദ്യം.
5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളിൽ പെടാത്തത്, 5 വയസ്സ് ഉള്ള ഒരു കുട്ടികളുടെ പ്രത്യേകതയിൽ പെടാത്ത, വളർച്ചയും വികാസം എന്നുള്ളതുമായി ബന്ധപ്പെട്ട 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതയിൽ പെടാത്തതാണ് ചോദ്യം. നിങ്ങളപ്പോൾ ആലോചിക്കണം, 5 വയസ്സുള്ള കുട്ടി ഏതിനകത്താണ് പെടുന്നത്? ശൈശവമാണോ, ബാല്യമാണോ, ആദ്യ ബാല്യമാണോ, അന്ത്യബാല്യമാണോ, മധ്യബാല്യമാണോ, ഏതിനകത്താണ് പെടുന്നത് എന്നൊരു മിനിമം ബോധത്തിൽ ചിന്തിച്ചതിന് ശേഷം വേണം ഓപ്ഷനിലേക്ക് കടക്കാൻ. ഓക്കെ. അനുകരിക്കുന്നു, ശാരീരിക സന്തുലിതത നേടുന്നു, കളികളിൽ താല്പര്യം കാണിക്കുന്നു, അമൂർത്ത ചിന്താശേഷി നേടുന്നു. ഓക്കെ, ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. അമൂർത്ത ചിന്താശേഷി നേടുന്നു എന്നുള്ളത് പ്രത്യേകതകളിൽ പെടുത്തില്ല. അമൂർത്ത ചിന്താശേഷി കുട്ടികൾ ഇച്ചിരിയും കൂടി വളർന്നു കഴിയുമ്പോഴത്തേക്ക് നേടുകയുള്ളൂ. ഓക്കെ. കാണാതെയും കേൾക്കാതെയും അല്ലെങ്കിൽ ഫിസിക്കലി കാണാതെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവിനെയാണ് പൊതുവെ നമ്മൾ അമൂർത്ത ശേഷി എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. ഓക്കെ. എനിവേ, അടുത്തത് ഇപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനാണ് ചർച്ച ചെയ്തത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ വായിക്കുക. വികാസബന്ധിത പ്രവർത്തനങ്ങൾ കാലഘട്ടം. ഗീത സഹായത്തോടു കൂടി ഇരിക്കുന്നു 4 മാസം, നിൽക്കാൻ തുടങ്ങുന്നു 10 മാസം, വാക്ക് ഉച്ചരിക്കുന്നു 11 മാസം. ഇത് സൂചിപ്പിക്കുന്നത് എ വികാസഘട്ടങ്ങളെ, ബി വികാസത്തിൻ്റെ നാഴികക്കല്ലുകൾ, സി ശാരീരിക വികാസം, ഡി ഭാഷാ വികാസം. ഏതാണ് ഇതിനകത്ത് ഉത്തരമായി വരാൻ സാധ്യതയുള്ളത്? ഗസ് ചെയ്യും. ഗസ് അല്ല, ഇത് നമുക്ക് വായിക്കുമ്പോൾ കിട്ടും. ഏതായിരിക്കും? വികാസത്തിൻ്റെ നാഴികക്കല്ലുകളാണ് ഇതിനകത്ത് ഉത്തരമായി വരേണ്ടത്. 7ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്കാണ്. 8. ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് കുട്ടിക്കാല പൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ, കുട്ടിക്കാലം മുതൽ മരണം വരെ, ജനനം മുതൽ മരണം വരെ, ജനനപൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ. ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ എന്നാണ് സി ഓപ്ഷൻ. തെറ്റാണോ വായിച്ചതെന്ന് സംശയം. ഓക്കെ, ഏതാണ് ഉത്തരം? ഇതിൻ്റെ ഉത്തരം സി ആണ്. ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ. ഈ ക്വസ്റ്റ്യൻ 2 തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ 2 തവണ, അതിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അതിന് കാരണം ഞാൻ പ്രീവിയസ് ഇയർ എടുത്തപ്പോൾ തന്നെ എനിക്ക് 2 തവണ ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ആ 2ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. എനിവേ, ഇപ്പം നമ്മൾ 8ാമത്തെയാണ് നോക്കിയത്. അടുത്ത 9ാമത്തെ. അടുത്ത ചോദ്യം, വ്യക്തിത്വ വികസനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകമായി വരാത്തത് ഏതെന്ന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. എ കാര്യശേഷി, ബി ഇന്ദ്രിയപരമായ വേർതിരിവ്, സി പ്രതിപ്രവർത്തനത്തിൻ്റെ വേഗത, ഡി മനോഭാവം. ഒന്നും കൂടി ഓപ്ഷൻ വായിക്കാം. കാര്യശേഷി, ഇന്ദ്രിയപരമായ വേർതിരിവ്, പ്രതിപ്രവർത്തനത്തിൻ്റെ വേഗത, മനോഭാവം. ശരിയായ ഉത്തരം ഏതാണ്? ഇതിന് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഉത്തരം ഡി മനോഭാവമാണ് ശരിയായ ഉത്തരം വരുന്നത്. ഉത്തരം ഡി മനോഭാവമാണ്. പാരമ്പര്യവും പര്യാവരണവും അല്ലെങ്കിൽ പരിസരവും എന്നുള്ളത് ഓപ്ഷനെ ബേസ് ചെയ്ത് മാത്രം അടിക്കുന്ന ഉത്തരങ്ങളാണ്. ഇപ്പോൾ അടിക്കുന്ന ഉത്തരമായിരിക്കില്ല അടുത്ത് വരും പഠിക്കുന്നത്. അതുകൊണ്ട് അതെപ്പോഴും പാരമ്പര്യം പരിസരവും അതെപ്പോഴും ശ്രദ്ധിക്കണം. പാരമ്പര്യം പരിസരവും ഇനിയും വരുവേ. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യനാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. തീവ്രവും നിർണായകവുമായ സാമൂഹ്യവൽക്കരണം നടക്കുന്നത്. തീവ്രവും നിർണായകമായ സമൂഹവൽക്കരണം നടക്കുന്നത് ബാല്യകാലത്ത്, കുട്ടിക്കാലത്ത്, കൗമാരകാലത്ത്, മുതിർന്ന കാലത്ത്. ശൈശവം കട്ട് ചെയ്യുക, കുട്ടിക്കാലവും വേണമെങ്കിൽ കട്ട് ചെയ്യുക, പിന്നെ മുതിർന്നിട്ടാണോ കൗമാരത്തിലാണ്? ഇതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം സി ആണ്. ഓക്കെ, സി ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ ഇതെന്തൊരു ക്വസ്റ്റ്യൻ എന്നൊരു പക്ഷേ തോന്നിപ്പോവാം, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നിപ്പോവാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും ഞാൻ മേക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ല. ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഫോട്ടോ എടുത്ത് അതേപോലെ ഇട്ടത്, അല്ലെങ്കിൽ എന്തുവാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സൈറ്റുകളിലൊക്കെ ഉത്തരം മാർക്ക് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് ടൈപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ടാക്കി എടുക്കുന്നത്. ഈ 2 മെത്തേഡ് മാത്രമേ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യനകത്ത് വല്ല മിസ്റ്റേക്കുകൾ വരുമ്പോൾ എന്നെ പഠിച്ചിട്ട് കാര്യമില്ല. എനിവേ, നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മൊത്തം വിലയിരുത്തുന്നതെന്ന് പറയുന്നു. സ്വയം ആദരവ്, അഹംബോധം, ആത്മസാക്ഷാത്കാരം, സ്വാർത്ഥത ഡി സ്വാർത്ഥത എന്നാണ് യാഥാർത്ഥ്യം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നോക്കിയോ.
നേരത്തെ നമ്മൾ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞപ്പം പറഞ്ഞു സ്വയംബോധം അല്ലെങ്കിൽ അഹംബോധം എന്നുള്ള കാര്യം. ഉത്തരം 6B സ്വയംബോധമായിരിക്കണം. RB സ്വയംബോധം തന്നെയാണ്. ഓക്കെ, 6 കേട്ടോ, 11ാമത്തെയാണ്. ഇത് ഏതോ കൊല്ലത്തെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യം. വളർച്ചയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വളർച്ച, പരിപക്വനം, പഠനം എന്നിവയെ ആശ്രയിക്കുന്നു. വളർച്ച ഒരു ജീവിയിൽ നടക്കുന്ന പൊതുവായ മാറ്റമാണ്. വളർച്ച, പരിപക്വനം, പഠനം എന്നിവയെ ആശ്രയിച്ചല്ല നടക്കുന്നത്. വളർച്ച ഗർഭപാത്രം മുതൽ ശവക്കല്ലറ വരെ തുടരുന്ന പ്രക്രിയയാണ്. ഇതിനകത്ത് വളർച്ചയെ സംബന്ധിച്ച് ഏതാണ്? ഓക്കെ, ഇത്ര സമയം മതി. ഉത്തരം C ആണ്. വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല എന്നതാണ് ശരിയായ പ്രസ്താവന. വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. വളർച്ച ഏതാണ്? അതാണ് ശരി. പിന്നെ അതേപോലെ വളർച്ചയിൽ ഓപ്ഷൻ ബി നോക്കേ. വളർച്ച ഒരു ജീവിയിൽ നടക്കുന്ന പൊതുവായ മാറ്റമാണോ? വളർച്ച ഒരു ജീവിയിൽ നടക്കുന്ന പൊതുവായിട്ടുള്ള മാറ്റമല്ല കേട്ടോ. പിണ്ടത്തിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ ശാരീരികപരമായി അല്ലെങ്കിൽ ബാഹ്യപരമായി വരുന്ന മാറ്റത്തെ മാത്രമാണ് എന്ത് വളർച്ച എന്ന് നമ്മൾ പറയുന്നത്. വളർച്ച ഗർഭപാത്രം മുതൽ ശവക്കല്ലറ വരെ നടക്കുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ അനുസ്യൂതമാണ് എന്ന് പറയാം. അത് തെറ്റാ. അനുസ്യൂതമല്ല. വളർച്ചയ്ക്കൊരു നിശ്ചിത കാലയളവുണ്ട്. ഇപ്പം മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒരു നിശ്ചിത വയസ്സ് കഴിഞ്ഞാൽ അവർ പിന്നെ വളരത്തില്ല. പക്ഷേ ഏതാണ് വികാസം? എന്തോ ചെയ്യാം, വികാസം അനുസ്യൂതമാണ്. അത് ഗർഭപാത്രം മുതൽ ശവക്കല്ലറ വരെ നീളും. ഓക്കെ, അത് ശരിയാണ്. എന്നാൽ വളർച്ചയുടെ കാര്യത്തിൽ C മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്ത് 13ലേക്ക് കടക്കാം. ഏത് ഘട്ടമാണ് കളിപ്പാട്ടത്തിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? കാലം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കളിപ്പാട്ടത്തിൻ്റെ കാലം. ആദ്യബാല്യം, അന്ത്യബാല്യം, ശൈശവം, കുട്ടിക്കാലം. ഏതാണ്? ഇതിനൊരുപാട് സമയമൊന്നും എടുക്കണ്ട, ഡയറക്റ്റ് ഉത്തരവായിട്ട് കിട്ടും. ഏതാണ്? ആദ്യബാല്യമാണ്. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. മനുഷ്യൻ്റെ വികാസഘട്ടം ആരംഭിക്കുന്നത് ശൈശവം, ജന്മപൂർവ്വഘട്ടം, ആദ്യബാല്യം, അന്ത്യബാല്യം. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് നിന്റെ സമയം കളയണ്ടല്ലോ, പെട്ടെന്ന് പറഞ്ഞോളൂ. മനുഷ്യൻ്റെ വികാസഘട്ടം ആരംഭിക്കുന്നത് B ജന്മപൂർവ്വഘട്ടമാണ്. B ദാണ്ട ജന്മപൂർവ്വഘട്ടമാണ്. ഓക്കെ, അടുത്തത് 15ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ സംഘപൂർവ്വ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ശൈശവം, ആദ്യബാല്യം, അന്ത്യബാല്യം, കൗമാരം. സംഘപൂർവ്വ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ആദ്യബാല്യമാണ് സംഘപൂർവ്വ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് 3 മുതൽ 6 വയസ്സ് വരെയാണ് ആദ്യബാല്യം. 6 മുതൽ 9 വയസ്സ് വരെയാണ് മധ്യബാല്യം. 9 മുതൽ 12 വയസ്സ് വരെയാണ് അന്ത്യബാല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6ാമത്തെ വയസ്സിലായിരിക്കും എപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. അതായത് സ്കൂൾ ഏജ് എന്ന് പറയുന്നത് 6 വയസ്സാണ്. അപ്പോൾ ഈ 6 വയസ്സിനെ അതുകൊണ്ട് തന്നെ സംഘകാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് മധ്യബാല്യത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പൊതുവായിട്ട് സംഘപൂർവ്വ കാലഘട്ടത്തെ ആയിരിക്കും എന്തോ പറയുന്നത് എന്ന് പറയുമ്പോൾ അത് ആദ്യബാല്യത്തിലാണ് പെടുന്നത്. ഓക്കെ, സംഘപൂർവ്വ കാലഘട്ടം ആദ്യബാല്യമാണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നത് ശൈശവത്തിൻ്റെ പ്രത്യേകതകൾ അല്ലാതെ ഉള്ളതിനെ കണ്ടുപിടിക്കുക. താഴെ തന്നതിൽ ശൈശവത്തിൻ്റെ പ്രത്യേകത അല്ലാതെ ഉള്ളതിനെ കണ്ടുപിടിക്കുക. വികസനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം. വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം. B ശ്രദ്ധാദൈർഘ്യക്കുറവ്. C ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള വ്യഗ്രത. D മൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ്. ഇതിനകത്ത് ശൈശവത്തിൻ്റെ പ്രത്യേകത അല്ലാത്ത ഏതാണ്? ഏതാണ്? ഉത്തരം D ആണ്. മൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ്. ചിലവർക്കെങ്കിലും കൺഫ്യൂഷൻ വരാം എന്തുകൊണ്ട് D എന്നുള്ളത്. അവസാനം വായിക്കുക. മൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ് എന്നാണ് ഓപ്ഷൻ. ശേഷിക്കുറവ്.
ശേഷി കുറവല്ല. മൂർഖചിന്തനത്തിലുള്ള ശേഷി ഏതാണ്? കൊച്ചുകുട്ടികൾ കൊണ്ട് ഒരു കളിപ്പാട്ടം കാണിച്ച് കിളിക്ക് നോക്കി ആ കളിപ്പാട്ടത്തെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യും. ഫിസിക്കലായി കാണാനും തൊടാനും പറ്റുന്ന സാധനങ്ങളെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യും. അതുകൊണ്ട് മൂർത്തചിന്തനത്തിലുള്ള ശേഷി കുട്ടികൾക്കുണ്ട്. അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിയാണ് കുട്ടികൾക്ക് ഇല്ലാത്തത്. ഓപ്ഷൻ മൂർത്ത ചിന്തനത്തിനുള്ള ശേഷി കുറവെന്നാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് 16-ാമത്തെയാണ്. അടുത്തത് 17-ാമത്തെ. കുട്ടിയുടെ വളർച്ച ശരീരത്തിൽ നിന്ന് പാദത്തിലേക്കാണ് എന്ന് പറയുന്നത് അറിയാലോ. ശിരോപാദ വളർച്ച എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ, പോക്സിമോ ഡിസ്റ്റൽ, സെഫാലോകോഡൽ, കോസ്റ്റിമോ റീജണൽ. ഏതാണ്? ശിരോപാദം സെഫാലോകോഡലാണ്. പ്രോക്സിമോ ഡിസ്റ്റൽ ഏതാണ്? അത് ഉള്ളിൽ നിന്ന്, ആന്തരത്തിൽ നിന്ന് ബാഹ്യത്തിലേക്ക് എന്ന് പറയുന്നതാണ്. അതാണ് സെഫാലോകോഡലാണ് ശരിയായ ഉത്തരം നമ്മൾ പറഞ്ഞു. ഈ ഡിസ്ഗ്രാഫി എന്താണ്? അത് നമ്മുടെ ഒരു വൈകല്യമാണ്, എഴുതാനുള്ള വൈകല്യമാണ്. ഓക്കെ, അടുത്തത് 18-ാമത്തെ ചോദ്യം. വികാസ് തത്വങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രാധാന്യത്തിൽ പെടാത്തത് ഏത്? വികാസ തത്വങ്ങളാണ്. വികാസ തത്വങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രാധാന്യത്തിൽ പെടാത്തത് ഏത്? കുട്ടിയെ കുറിച്ച് അമിത പ്രതീക്ഷ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ബി, കുട്ടിയുടെ കഴിവിനെ ലഘൂകരിച്ച് കാണാൻ സഹായിക്കുന്നു. സി, പഠനം പ്രവർത്തനത്തെ ആശ്രയിക്കുന്നതിനാൽ ഏത് അളവ് വരെ കുട്ടിക്ക് പഠിക്കാനാകും എന്ന് അറിവ് ടീച്ചർക്ക് ലഭിക്കുന്നു. ഡി, പഠനാനുകൂല നിമിഷത്തെക്കുറിച്ച് തിരിച്ചറിയാനും അതനുസരിച്ച് പഠനക്രമം നിശ്ചയിക്കാനും കഴിയും. അതിനകത്ത് ഏതാണ്? വായിച്ചു നോക്ക് പെട്ടെന്ന്. ഇത് നല്ല ചോദ്യമാണ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം ചെറിയ ചെറിയ വാക്കുകളിനകത്ത് അവന്മാരെ വ്യത്യാസം വരുത്തിയിട്ടേ ഉള്ളൂ. ഉത്തരം ഏതാണ്? ഉത്തരം ബി ആയിരിക്കണം. ബി ആണ് ഉത്തരം. കാരണം ഏതാണ്? കുട്ടിയുടെ കഴിവിനെ ലഘൂകരിച്ച് കാണാൻ സഹായിക്കുന്നുമില്ല. കുട്ടികളുടെ കഴിവിനെ ലഘൂകരിച്ച് കാണത്തില്ല അധ്യാപകർ. എപ്പോഴും കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കത്തല്ലേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികളുടെ കഴിവിനെ ലഘൂകരിച്ച് കാണാതിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളെ ടെസ്റ്റിൽ കിടക്കുന്ന അതേപോലെ ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് 19-ാമത്തെ ചോദ്യം. ഡയാന തൻ്റെ പാവയെ ഏഞ്ചൽ എന്ന് വിളിക്കുകയും ജീവനുള്ള കുട്ടികളെ നോക്കുന്ന പോലെ നോക്കുകയും ചെയ്യുന്നു. ഡയാന ചെയ്യുന്ന ഈ പ്രവൃത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? ലിബിഡോ, മെച്യൂരിറ്റി, അനിമിസം, മെച്ചുറേഷൻ. ഡയാന തൻ്റെ പാവയെ ഏഞ്ചൽ എന്ന് വിളിക്കുകയും ജീവനുള്ള കുട്ടികളെ നോക്കുന്ന പോലെ നോക്കുകയും ചെയ്യുന്നു. ഡയാന ചെയ്യുന്ന ഈ പ്രവൃത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, ഡയാന ചെയ്യുന്ന ഈ പ്രവൃത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? ലിബിഡോ, മെച്യൂരിറ്റി, അനിമിസം, മെച്ചുറേഷൻ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇംഗ്ലീഷിലുള്ള പേരുകൾ, നമ്മൾ പഠിക്കുന്ന സാധനങ്ങളുടെ ഇംഗ്ലീഷിലുള്ള പേരുകൾ, ആ ഇംഗ്ലീഷ് പേരുകൾ മലയാള ലിപിയിൽ എഴുതിയാണ് തന്നിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ അങ്ങനെ വരാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അത്തരത്തിലുള്ള സാധനങ്ങൾ നോക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം നമ്മൾ രണ്ട് രീതിയിലും പഠിക്കും. ലിബിഡോ ആണോ, മെച്യൂരിറ്റി ആണോ, അനിമിസം ആണോ, മെച്ചുറേഷൻ ആണോ? ഓപ്ഷനിൽ നിന്നും കുഴപ്പമില്ലാതെ കിട്ടും നമുക്ക്. ഓക്കെ, അനിമിസം അല്ലെങ്കിൽ സചേതന ചിന്തയാണ് ശരിയായ ഉത്തരം. അനിമിസം അല്ലെങ്കിൽ സചേതന ചിന്ത ആണ് ശരിയായ ഉത്തരം. അതായത് ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾ കളിക്കുന്നതിനെ പൊതുവെ സചേതന ചിന്ത അല്ലെങ്കിൽ അനിമിസം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അടുത്തത് 20-ാമത്തതും ഇന്നത്തെ അവസാനത്തെ ചോദ്യം. ഇത് കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയുന്നു, അതായത് 2-ാമത്തെ ചാപ്റ്റർ അവസാനിച്ചിട്ടില്ല. 2-ാമത്തെ ചാപ്റ്ററിൻ്റെ 2-ാമത്തെ ഭാഗമായിട്ട് അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. താഴെ പറയുന്ന പ്രസ്താവനയിൽ അന്ത്യബാലത്തിൻ്റെ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി. താഴെ പറയുന്നവയിൽ അന്ത്യബാലത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി. സംസാരിക്കാൻ പഠിക്കുന്നത്, സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണികൾ സ്വായത്തമാക്കുന്നത്, കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിക്കുന്നത്, വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ അടിസ്ഥാനമായ സാഹിത്യമാക്കുന്നത്. സ്വായത്തമാക്കുന്നത് എന്നായിരിക്കും ഉദ്ദേശിച്ചത്, സാഹിത്യമാക്കുന്നത്. ഓക്കെ, ഇനി ഉത്തരം എ ആണ്. ഉത്തരം എ വരും. ഓക്കെ, നേരത്തെ പറഞ്ഞ മാതിരി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫുൾ എടുത്തിട്ടില്ല. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അടുത്ത പോർഷൻ വരും. എന്നിട്ടും ഇത് ഇച്ചിരി വൈഡ് ആയിപ്പോയി, ഇച്ചിരി സമയം കൂടുതലെടുത്തു എന്ന് തോന്നുന്നു. ശരിയെങ്കിൽ ഓക്കെ, നന്ദി. ഇനി വല്ല ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. കാരണം
കുറച്ച് കുട്ടികൾ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ഇടുക ആവശ്യമുണ്ടെങ്കിൽ.